ക്രിസ്റ്റീന. നമ്മുടെ HOD ആണ് യൂറോപ്യൻ സ്റ്റഡീസിന്റെ. ആക്ച്വലി ഞാൻ HOD കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ എന്തൊക്കെ കോഴ്സസ് ആക്ച്വലി മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്? മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ ജർമ്മൻ നഴ്സിംഗ് ആണ് നോക്കുന്നത്. ബാക്കി UG PGs കാര്യങ്ങളെല്ലാം നോക്കാറുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഫുള്ളി അസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. ഏത് കോഴ്സ് ആയാലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് എടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഏത് കുട്ടിയായാലും, അത് ബോയോ ഗേൾ നമ്മൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് നോക്കാറില്ല. അതിനാൽ നമ്മൾ ലാംഗ്വേജ്, കാരണം ഈ ഒരു ജർമ്മൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. ആ ഒരു ലാംഗ്വേജ് തൊട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ജോബ് കിട്ടുന്നതിന് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ അത് കാര്യങ്ങൾ നോക്കാറുണ്ട്. അതിലേക്ക് നമ്മൾ എത്ര മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ന്യൂ ലാംഗ്വേജ്, ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എല്ലാം ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ കേൾക്കാറുള്ളൂ. അത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് കൊടുക്കാറുണ്ട്. സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ആ രീതിയിലെല്ലാം പറ്റും. അപ്പൊ കൂടുതൽ ജർമ്മനി തന്നെയാണോ പ്രിഫർ ചെയ്യുന്നത്? കൂടുതൽ ജർമ്മനിയാണ് പ്രിഫർ ചെയ്യുന്നത്. ജർമ്മനി മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്ന വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സാണ്, ഹൗസ് ബിൽഡിംഗ് കോഴ്സ്. എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ സ്റ്റൈഫൻ ഇങ്ങോട്ട് കിട്ടും. വിത്തൗട്ട് ട്യൂഷൻ ഫീസ് നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും. അതാ മെയിൻ സംഭവം. സ്റ്റൈഫൻ കിട്ടും എന്ന് പറഞ്ഞ പിള്ളേർ, പക്ഷെ ഒരു കഷ്ടപ്പാടുണ്ട്. ലാംഗ്വേജ് പഠിക്കുന്ന ഒരു കഷ്ടപ്പാടുണ്ട്. പക്ഷെ ആ ഒരു കഷ്ടപ്പാട് അറിയാതെ നമ്മൾ പഠിപ്പിക്കും പിള്ളേരെ. മെയിൻ കാര്യമല്ല. അതിലേക്ക് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആക്കി നമ്മൾ പഠിപ്പിക്കുന്ന രീതികൾ നമ്മുടെ ട്യൂട്ടേഴ്സ് അത്രയും എബിലിറ്റിയും അത്രയും ഇതിൽ ഉള്ള ഒരു ട്യൂട്ടേഴ്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എത്രയും നമ്മൾ കുട്ടികൾക്ക് ഫ്ലെക്സിബിൾ ഇതിലേക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം ആക്ച്വലി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇവിടെ തന്നെ ഇവർ ജർമ്മൻ ലാംഗ്വേജും പഠിപ്പിക്കുന്നുണ്ട്. ഇവരിവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം പിള്ളേരവിടെ എത്തി അവര് എന്താ പറയാ, ഇത് കിട്ടുന്നത് വരെ അല്ലെ, ജോബ് കിട്ടുന്ന വരെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം മേലെ ഇവർക്ക് ക്ലാസ് നടത്തണം അല്ലേ? അപ്പം ഓൾമോസ്റ്റ് ഒരു 158 സ്റ്റുഡൻസോളം ഇവിടെ ഉണ്ട് ഇപ്പൊ തന്നെ. പോയ പിള്ളേരുണ്ട് ജർമ്മനിയിലാണ്. ഭയങ്കര കംഫർട്ടബിൾ സോണിൽ എത്തുന്ന വരെ നമ്മൾ കോൺടാക്ട് വിത്ത്. കാരണം നമ്മളൊരു പുതിയ കൺട്രി, അപ്പൊ ഓൾമോസ്റ്റ് ഇത്രയും ഒരു ട്രാവലിംഗ് ആയിട്ട് അപ്പൊ ഓൾമോസ്റ്റ് നമ്മളിപ്പോ ഇവിടുത്തെ പിള്ളേരിന് ഭയങ്കര പാമ്പറിങ്സ് ആണ്. എന്ന് നമ്മളിപ്പം എറണാകുളം വരെ എത്തുമ്പോൾ നമുക്ക് പാരന്റ്സ് അവിടെ എത്താൻ പറ്റും. ആ ഒരു ഇത്, അല്ലെങ്കിൽ ബാംഗ്ലൂർ. പക്ഷേ ഈ ജർമ്മനി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 12 hours ജേർണി ആകുമ്പോഴത്തെ ഫ്ലൈറ്റ് അവിടെ വരെ എത്തുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു കംഫർട്ടബിൾ, നമുക്ക് അവിടെ കെയർ ടേക്കേഴ്സ് ഉണ്ട്, നമ്മുടെ ഓഫീസ് ഉണ്ട് അവിടെ ബെർലിനും ഇതിലേക്ക് കാര്യങ്ങൾ, അവിടുത്തെ ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ എല്ലാവരും അവർ സപ്പോർട്ടീവ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് അവരുടെ ഹോസ്റ്റൽ, നമ്മുടെ ഹോസ്റ്റലിലേക്കും കാര്യങ്ങളെല്ലാം ആണെങ്കിൽ ദേ ആർ നോട്ട് കംഫർട്ടബിൾ, നമ്മൾ വേറെ ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കാര്യങ്ങൾ.